ഹേ ഗേൾസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ടീനേജിങ് പ്രോബ്ലംസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാറുണ്ട്. ശരിക്കും ഈ ടീനേജ് എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? അതൊരു സ്യൂഡോ പീരീഡാണ്, ടെമ്പററി പീരീഡ് എന്നൊക്കെ പറയുന്നില്ലേ. നമ്മുടെ മാനസികാവസ്ഥകൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, ഇതെല്ലാം ടെമ്പററി ആയിരിക്കും. ഇത് ചേഞ്ച് ആവാൻ പോകുന്ന കാര്യങ്ങൾ മാത്രമേ ഈ ടീനേജിൽ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ടീനേജിലുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എടുക്കുന്നതെല്ലാം കറക്റ്റായിട്ടുള്ള ചൂസിങ് ആണ്, കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങളാണ് എന്ന് തോന്നുകയും എന്നാൽ ഇതെല്ലാം ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ടെമ്പററി ആയിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നു. ഒരു 25 വയസ്സിന് ശേഷമൊക്കെയാണ് ഏകദേശം പെൺകുട്ടികളുടെ കേസിൽ കുറച്ചെങ്കിലും ഒരു മെച്യൂർഡ് ആയി എന്നുള്ളൊരു തോന്നൽ വരുന്നതും, വിദ്യാഭ്യാസത്തിന് ശേഷം അവരൊരു ജോലിയിലേക്ക് കടക്കുമ്പോഴൊക്കെയാണ് ഇന്ന കാര്യങ്ങളാണ് നമുക്ക് ലൈഫിൽ സംഭവിക്കുന്നത്, അപ്പോൾ നമുക്ക് ഇന്ന കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്നത്. അല്ലാതെ 18 വയസ്സ് തികയാൻ കാത്തു നിൽക്കരുത് നിങ്ങളൊരു മറ്റൊരു ലൈഫ് ചൂസ് ചെയ്യാനോ വേറൊരാളുടെ കൂടെ ഇറങ്ങി പോകാനോ ഒന്നും. ഒരാളും അതിപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഫാമിലി കമ്പൽ ചെയ്താൽ പോലും ഒരു മാരേജ് എന്നൊരു ഡിസിഷനിലേക്ക് പോകേണ്ട ഒരു പ്രായം അതല്ല. വീട്ടുകാർ നമുക്ക് നല്ലതായിരിക്കാം ചൂസ് ചെയ്ത് തരുന്ന അല്ലായിരിക്കാം, പക്ഷെ കയറി ചെന്നൊരു ഫാമിലിയിൽ നിൽക്കേണ്ടതും അവിടുത്തെ കാര്യങ്ങളെല്ലാം നേരിടേണ്ടതും നമ്മൾ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഒറ്റയ്ക്ക് അത് നേരിടാൻ പറ്റുന്ന ഒരു പ്രായത്തിൽ എത്തുമ്പോൾ മാത്രം അത് ചൂസ് ചെയ്താൽ മതി. അത് വീട്ടുകാർ കണ്ടെത്തി തരുന്നതാണെങ്കിലും സ്വയം കണ്ടെത്തുന്നതാണെങ്കിലും. ഇഷ്ടം പോലെ ഓൺലൈൻ തട്ടിപ്പ് കേസുകളിൽ പെൺകുട്ടികൾ പെടുന്നതായിട്ടും ഒരുപാട് പേര് അത് കംപ്ലൈന്റ് ചെയ്യുന്നതും പലപ്പോഴും അതിലധികം പേര് അത് കംപ്ലൈന്റ് ചെയ്യാതെ ഒതുക്കി തീർക്കുന്നതുമാണ്. വേറൊരാൾ അറിയാതെ പലപ്പോഴും സൂയിസൈഡിലേക്ക് വരെ നയിക്കപ്പെടുന്ന പെൺകുട്ടികളുണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാം ബേസിക് എന്ന് പറയുന്നത് നമ്മൾ ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കുന്നതാണ്. ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു പ്രായത്തിൽ അതിന് ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ തെറ്റുകൾ പറ്റും. 10-20 വർഷം വരെ ഒന്നിച്ച് ജീവിച്ച പാർട്ട്നേഴ്സിനെ വരെ മനസ്സിലാക്കാൻ പറ്റാത്ത കാലഘട്ടത്തിലാണ് നിങ്ങൾ 1-2 ദിവസം കാണുന്ന ആൾക്കാരുമായിട്ട് ഒരു ലൈഫ് മുഴുവൻ സ്പെൻഡ് ചെയ്യാം എന്നുള്ള ഡിസിഷൻ എടുക്കുന്നത്. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രണയം തോന്നണ്ടാന്നോ അല്ലെങ്കിൽ മറ്റ് കുസൃതികൾ വേണ്ടാന്നോ ഒന്നുമല്ല, പക്ഷെ ഒന്നിലും ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തിപ്പെടരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ ചുറ്റുപാടും കാണുന്നതോ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലോ സിനിമയിലോ ഒക്കെ കാണുന്ന പല പാർട്ട്നേഴ്സിനെയും കമ്പയർ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഒരു പാർട്ട്ണറെ ചൂസ് ചെയ്യുന്നതും അതുപോലെ എൻ്റെ ലൈഫ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നതും. പക്ഷെ ഒരു തരത്തിലും നമ്മൾ കാണുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല അയാൾ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ. അത് പലരുടെയും സൈക്കോളജി അനുസരിച്ചിട്ട് ഒരുപാട് ചേഞ്ചസ് വരുന്ന ഒരു ഏരിയയാണ്. തീർച്ചയായിട്ടും നമ്മൾ സ്വപ്നം കണ്ട ഒരു ജീവിതത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, അതിന് നമുക്കൊരു സ്വന്തമായിട്ട് ഏർണിംഗ് ഉണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടായിരിക്കും, നമ്മുടെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ടായിരിക്കും, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വിലയുണ്ടായിരിക്കും. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു രഹസ്യം പറഞ്ഞു തരട്ടെ. ഈ 18കളിലെ പ്രണയത്തേക്കാൾ എത്രയോ മനോഹരമാണ് 30കളിലെയും 40കളിലെയും പ്രണയം. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ വളരെ സെറ്റിൽഡായിട്ട് ഏറ്റവും മനോഹരമായ ഒരു ജീവിതം തന്നെ നമുക്ക് മുന്നിൽ കാത്തിരിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ, യോഗ്യതകൾ അളക്കുന്നതിനേക്കാൾ ഞാൻ പറയുന്ന വാക്കുകളുടെ സത്യസന്ധത അളക്കുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറയാനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂടെ കൂടിക്കോ, ഒപ്പമുള്ളവർക്കൊക്കെ അയച്ചു കൊടുത്തോളൂ കേട്ടോ. താങ്ക്